പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എന്റേതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്കു ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയുമെല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ സംശയം? വിദ്യാലയത്തിൽ വായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഭഗവാന്റെ കഥകളാണല്ലോ രാമായണം അല്ലെ? ആ ഭഗവാന്റെ കഥ കേൾക്കണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല. കഴിയോ? അത് നല്ല ദൈവാധീനമുള്ളവർക്ക് കഴിയുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല ദൈവാധീനമുള്ളവരാണെന്ന് വിചാരിക്കാൻ. അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കില്ലേ? അങ്ങനെ അപ്പൊ നിങ്ങൾ ആ ദൈവാധീനമുള്ള കുട്ടികളെ ഈ കഥകളെ കേട്ട് നന്നായി വളരണം. എന്തിനാണ് ഈ കഥകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ട് നമ്മള് ആ ഉത്തമനായ ശ്രീരാമചന്ദ്രനെ പോലെ സീതാദേവിയെ പോലെ ഉത്തമകളായ ആളുകളായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെ? അല്ലാതെ കഥ കേട്ട് കഥ ഇല്ലാതെ ആവാനല്ല കേട്ടോ. മനസ്സിലാവണ്ട? നല്ല കുട്ടികളായിട്ട് അപ്പൊ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് രാമായണ കഥയൊക്കെ ഇങ്ങനെ എല്ലാവരും ചേച്ചിമാര് എല്ലാ കർക്കടമാസം പറയണ്ടല്ലോ. അപ്പൊ കഥയൊന്നും ചേച്ചി പറയണില്ല. പണ്ട് കാലത്ത് കുറെ മുമ്പ് ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് കർക്കിടക മാസത്തില് കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ട കാര്യങ്ങള് അത് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഈ കർക്കിടക മാസം ആവുന്നതിന് മുമ്പ് നമ്മളെ വീടൊക്കെ വൃത്തിയാക്കണം. വൃത്തിയാക്കുമ്പോ എങ്ങനെ വൃത്തിയാക്കാം? ചെതല് മാറാലൊക്കെ ഉണ്ടാവില്ലേ വീടുകളില്? ഇല്ലേ? ഉണ്ടാവില്ലേ? അതൊക്കെ തട്ടി പിന്നെ വൃത്തിയാക്കി വീടിലെ മുഴിഞ്ഞ വസ്ത്രമൊക്കെ അലക്കി. അമ്മയൊക്കെ പറയും ഒന്നാം തീയതി കുറെ പണിയെന്നൊക്കെ പറയുന്നില്ലേ? കേട്ടിട്ടുണ്ടാവില്ലേ എല്ലാരും? അപ്പൊ അതൊക്കെ ചെയ്യാം. അതൊക്കെ പിന്നെ നമ്മളെ മുറ്റത്തുള്ള പുല്ലൊക്കെ പറിച്ച് വഴിയിലുള്ള പുല്ലൊക്കെ ചെത്തി വാരി വൃത്തിയാക്കിയതാ. ഇത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ? ശ്രദ്ധിച്ചിട്ടാ? എന്തിനാ അതൊക്കെ ചെയ്യണേ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് എന്തിനാണ് കുട്ടികൾക്ക് എന്തിനാ ചെയ്യണ അമ്മയെ ചോദിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും? ഈ മഴക്കാലത്ത് ഈ സാംക്രമിക രോഗങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ രോഗങ്ങളൊക്കെ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിസരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീട് കർക്കിടക മാസത്തിൽ വൃത്തിയാക്കുന്നത്. പിന്നെ ആ കർക്കിടക മാസത്തിൽ ഇങ്ങനെ വൃത്തിയാക്കിയ വീട്ടിൽ വൈകുന്നേരം കർക്കിടക മാസത്തിൽ തലേ ദിവസം ഒരു ചടങ്ങുണ്ട്. ചേട്ടയെ കളയാന്ന് പറയും. കേട്ടിട്ടുണ്ടാവും? ചേട്ടയെ കളയാ, കുട്ടിയെ കളയാന്ന് പറയും.
എന്നിട്ട് ആ ഒരു ചടങ്ങ് ഒരു അതിപ്പോ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, എന്നാലും ഒരു കീറമറോ ഒരു കീറത്തടുക്കൊക്കെ വെച്ചെടുത്തിട്ട് അതിന്റെ ചൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുണ്ടാവില്ല അല്ലേ. ഓലക്കൊടി കൊണ്ടൊക്കെ കിട്ടണ കേട്ടോ. ഒരു ചെറിയ ചൂലൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഒരു കരിന്തിരി എണ്ണ ഇല്ലാത്ത ഒരു തിരി വെച്ചിട്ട് നമ്മളത് വീടിന്റെ ഉള്ളിൽ കൂടെ നടന്ന് പൊട്ടിയിപ്പോ അല്ലെങ്കിൽ ചേട്ടയിപ്പോ ശ്രീ പാർവതി വാന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ വീടിന്റെയും വളപ്പിന്റെയൊക്കെ പുറത്ത് കൊണ്ടിരുന്ന ചടങ്ങാണ്. പിന്നെ അങ്ങനെ വീട് വൃത്തിയാക്കി പിറ്റേ ദിവസം നമ്മള് ശ്രീ പാർവതിയെ കുടി വെക്കാന്നൊരു ചടങ്ങുണ്ട്. ശ്രീബോധി വെക്കാറ്. ആടെ പിന്നെ ശ്രീബോധി വെക്കാറുണ്ടോ? ഇല്ല എന്താ പറയാനൊരു മടി. അതങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ് ശ്രീബോധി വെക്കാന്നുള്ളത്. അതൊരു വൃത്തിയായി നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ട് ഒരു പലക എടുക്കുക. പലക കണ്ടിട്ടുണ്ടാവില്ലേ കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണ്. കാരണം ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ മക്കളെ. ഈ പലക ബെഞ്ചില്ലേ, ഇങ്ങനെ ബെഞ്ചിന്റെ കുഞ്ഞ രൂപമാണ് പലക. അതായത് ബെഞ്ചിൽ ഒരുപാട് പേര് ഇരിക്കണു, പലകയിൽ ഒരാളെ ഇരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വൃത്തിയായ ഒരു പലക എടുത്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് അന്ന് ഭസ്മൊക്കെ ചാട്ടിയിട്ട് നമ്മളെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് മുകളിലൊരു തളിക വെച്ച് അതിലൊരു വസ്ത്രം വെച്ച് നമ്മുടെ ഗ്രന്ഥല്ലേ, കർക്കിടക മാസ ഗ്രന്ഥം ഏതാണ്? വരട്ടെ രാമായണം. ആ രാമായണം വെക്കുക ചെയ്യാം. എന്നിട്ട് നമ്മള് നിലവിളക്ക് കത്തിച്ച് വയ്ക്കും. കിണ്ടി കണ്ടിട്ടുണ്ടോ? അതെ, കിണ്ടി. അപ്പൊ ഈ കിണ്ടിയിൽ നിറയെ വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ അപ്പൊ അവര് സങ്കല്പിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിൽ ശ്രീപാർവതി വന്നിരിക്കുക. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ശ്രീപാർവതി. എന്നിട്ട് ആ ശ്രീപാർവതി കുടിവെച്ചതിന്റെ മുന്നിൽ നമ്മളെ വയസ്സായ ആള് രാമായണം വായിക്കണ ഒരു ചടങ്ങുണ്ട്. അത് അങ്ങനെ ചെയ്താൽ വീട്ടിൽ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവുന്ന പറയാം. പിന്നെ ആനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമൗമി തുഞ്ചത്തെഴുമാര്യാപാദം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. യായേതജാനുവാഹം ധൃതസലതനുഷം ബദ്ധപത്മാസനക്തം പീതാം വാസോ വാസനം നവകമലദളസ്പർദ്ധിതനേത്രം പ്രസന്നം വാമാങ്കാരൂഢാശീധാമുഖകമലമിളലോചനം നീരാളം നാനാലങ്കാരദീപ്തം തദമുരുജടാമണ്ഡലം രാമചന്ദ്രം. ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രാമ പദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന വൈങ്കരി പെണ്ണേ ശ്രീരാമചരിതം ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതകാലം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ.
മനുജാനി ജപിക്കേണം രാമനാമം സതതം. രാമനാമ മഹിമയെ അറിഞ്ഞവരാരുലകിൽ മനുജാനി ജപിക്കേണം രാമനാമം സതതം. ജന്മദുഃഖ കടലിൽ നീ മുങ്ങി മെല്ലെ തളരുമ്പോൾ രാമനാമമൊന്നു മാത്രം അഭയമെന്നറിഞ്ഞാലും. ജന്മദുഃഖ കടലിൽ നീ മുങ്ങി മെല്ലെ തളരുമ്പോൾ രാമനാമമൊന്നു മാത്രം അഭയമെന്നറിഞ്ഞാലും. രാമനാമ മഹിമയെ അറിഞ്ഞവരാരുലകിൽ മനുജാനി ജപിക്കേണം രാമനാമം സതതം. ഭൂവിലെന്നും മാനവർക്ക് ഭജിപ്പാനായൊരു മന്ത്രം ദേവാദിദേവർ ചൊല്ലും മനോജ്ഞമാം രാമമന്ത്രം. ഭൂവിലെന്നും മാനവർക്ക് ഭജിപ്പാനായൊരു മന്ത്രം ദേവാദിദേവർ ചൊല്ലും മനോജ്ഞമാം രാമമന്ത്രം. കോപതാപമടങ്ങുവാൻ കൽമഷങ്ങളകലുവാൻ. കോപതാപമടങ്ങുവാൻ കൽമഷങ്ങളകലുവാൻ. ഉള്ളിൽ നിന്നും നിറയേണം രാമനാമം സതതം. ഉള്ളിൽ നിന്നും നിറയേണം രാമനാമം സതതം. രാമനാമ മഹിമയെ അറിഞ്ഞവരാരുലകിൽ മനുജാനി ജപിക്കേണം രാമനാമം സതതം. മനുജാനി ജപിക്കേണം രാമനാമം സതതം. നിന്നും വന്നീ